നമസ്കാരം. കുട്ടികളുടെ പഠനം മോശമായാൽ ചില കുട്ടികൾ എത്ര പഠിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല. പഠനം മോശമാവുന്നത് ബുധന് മൗഢ്യം, കേന്ദ്രാധിപത്യ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ പഠനം, ഉന്നത പഠനമൊക്കെ മോശമാവാം. ബുധന് മൗഢ്യം ഉണ്ടോ എന്ന് നോക്കുക ജാതകത്തിൽ. ബുധന് മൗഢ്യം ഉണ്ട്, കേന്ദ്രാധിപത്യ ദോഷവും അതുപോലെ വ്യാഴദശയൊക്കെ മോശമാണെങ്കിൽ, ശുക്രദശ, ഓരോ ദശാകാലവും കുട്ടികൾക്ക് വിചാരിച്ച രീതിയിൽ പഠനത്തിൽ അലസത ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവില്ല, പ്രൊമോഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ജാതക പരിശോധന നടത്തണം. കോമൺ ആയിട്ട് നമുക്ക് ബുധന് മൗഢ്യമോ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടെങ്കിൽ അതാവാം. വ്യാഴദശ അനുകൂലമല്ലെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കാം. ഗുരുവായൂരപ്പനോ ശ്രീകൃഷ്ണനോ പൂജ നടത്തുക. ശ്രീകൃഷ്ണന് പൂജ നടത്തുന്നത് നല്ലതാണ്. വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് ഹോമം പൂജ ചെയ്യുക. വിദ്യാരാജ്ഞി ധരിക്കാം, രാജഗോപാല യന്ത്രം ധരിക്കാം. പച്ചനിറമുള്ള വസ്തുക്കള് ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കിക്കളയുക, ദാനം ചെയ്യുക. പച്ചനിറമുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക. ചെറുപയർ പോലെയുള്ള വസ്തുക്കളൊക്കെ മേടിച്ച് കുട്ടികളെ കൊണ്ട് ആർക്കെങ്കിലും കൊടുപ്പിക്കാം. പച്ച ബെൽറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ബുധ അഷ്ടോത്തരം ജപിക്കാം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം കുട്ടികളെ കൊണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് വൈകുന്നേര സമയങ്ങളിൽ കൊണ്ടുപോയിട്ട് തൊഴിയിക്കുക. ഇങ്ങനെയുള്ള നിരന്തരം പിന്നെ സരസ്വതി മന്ത്രം, സാരസ്വത കൃതം ജപിച്ച് സേവിക്കാം. സരസ്വതി മന്ത്രം ജപിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠനം മോശമായ ആളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.